ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഫാമിലുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ അങ്ങാടി പറയുന്ന സ്ഥലം. എൻ്റെ ഫാമിലി ഏകദേശം ഒരു 5-8 വെറൈറ്റി ഗപ്പികളുണ്ട്. അപ്പോൾ അത് ഏകദേശം നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ആ ഒരു സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ചെറിയൊരു കൊച്ചു ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫാമിലുള്ള കുറച്ച് ഗപ്പികളുണ്ട്, സൈസായത്. ഇപ്പോൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിലും ഫീമെയിലും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകയാണ്. നമ്മൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ നമ്മുടെ മൊയിനെയാണ്. ഇതിലൊക്കെ നമ്മൾ മെയിലും ഫീമെയിലും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്ന ടാങ്കുകളാണ്. അപ്പോൾ കുറ്റിയുടെ ശല്യം നല്ല ഉണ്ടായതാണ് ഞാൻ ഓടും നെറ്റും കാര്യങ്ങളൊക്കെ വെച്ചത്. കുറ്റി ശല്യം നല്ല ഉണ്ട്. നല്ല കുഞ്ഞുങ്ങളെയും ഗപ്പികളെ ബേബീസിനെയും ഗപ്പികളെയും ബ്രൂഡടക്കം കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഫുൾ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ കഴിയുമ്പോൾ ഒരുവിധം നമുക്ക് കുറ്റികളുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് നമ്മൾക്ക് ഇവിടെ കൊടുക്കാൻ പോകുന്ന ഇവിടെയുള്ള മെയിലുകൾ നോക്കാം. അപ്പോൾ മെയിൽ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മൾ സാന്റാക്ലോസ് ഉണ്ട്, പിന്നെ ചില്ലി മൊസൈക്ക് ഉണ്ട്, റെഡ് ടെക്സിഡോ ഉണ്ട്, ഫുൾ ബ്ലാക്ക് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സാന്റാക്ലോസ് നോക്കാം. സാന്റാക്ലോസിൻ്റെ വലിയ സൈസിലുള്ളതൊക്കെ ഇതിലുണ്ട്. വലിയ സൈസിലുള്ളത് ഇയർ ആയിട്ടുള്ളത് ഓൾഡ് മോഡലാണ് കേട്ടോ. അതിലും ഇയറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കാം. ഇതാണ് ഐറ്റം. നമ്മൾ സാന്റാക്ലോസ് ബിഗ് ഇയർ ആണ്. പഴയ ഓൾഡ് മോഡലാണ്, പക്ഷെ ഇപ്പോൾ നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെയും കിട്ടും. നല്ല ഇയറും കാര്യങ്ങളാണെങ്കിൽ അധികം ഇൻബ്രീഡിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. ട്രെയിലും റെഡ് കളറ്, നടുവിലൊരു പ്ലാറ്റിനം കളറ്, റെഡിൽ ചെറിയൊരു ക്യാപ്പ് മാറി അങ്ങനെയാണിത്. ഇത് മോൾവി ആയാലും ടോപ്പ് സൈഡ് വ്യൂ ആണെങ്കിലും എല്ലാം ഒന്നിന് മികച്ചതാണ്. ഇഷ്ടം പോലെ ഇത് ഉണ്ടാവും ചെയ്യും. മെയിൽ നല്ല സൈസിലേക്ക് എത്തും. മെയിൽ നല്ല സൈസിൽ വരും. നല്ല തിക്നെസ് ബോഡിയിലാണ് ഇതിൻ്റെ മെയിൽ കാണുക. അതാണ് എൻ്റെ മെയിൻ പ്രത്യേകത. ഫീമെയിൽ നല്ല സൈസ് വരും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫീമെയിൽ നോക്കാം. അപ്പോൾ ഇത് നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയിരിക്കുകയാണ്. ഈ മെയിലൊക്കെ ഇതൊക്കെ ഒരു 1.5 ആഴ്ച ആകുമ്പോഴേക്ക് തന്നെ മെയിലിൻ്റെ ഒരു തനി നിറം കാണാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വളർത്തേണ്ടതാണത്. അപ്പോൾ നമുക്ക് ഇത് ഏത് തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ സാന്റാക്ലോസ് എന്ന് പറയുന്നത്. പഴയ മോഡലാണെങ്കിലും നല്ല ലുക്കാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീമെയിൽ ഉണ്ട്. അതിന് മുന്നേ ഇതിന് ടോപ്പിയോ നമുക്ക് നോക്കിയിട്ട് ഫീമെയിൽ നോക്കാം. ഇത് നമ്മളതിൻ്റെ ടോപ്പിയാണ് എടുത്തത്. അതുകൊണ്ട് ഇയർ കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നല്ല ബോഡി തിക്നെസ്സും ഈ ഒരു സാന്റാക്ലോസിന് കാണിക്കുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് അതിന് ഗ്രോത്ത് കിട്ടുന്നത്. മറ്റുള്ള ഫിഷിനേക്കാളും കൂടുതൽ ഗ്രോത്ത് നമ്മൾ ഈ ഒരു സാന്റാക്ലോസിനുണ്ട്. ഇതൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ ഏകദേശം ഒരു 70 to 150, 100 ഒക്കെ റേഞ്ചിലായിരിക്കും മാർക്കറ്റിലൊക്കെ ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മളിതിൻ്റെ ഇനി ഫീമെയിലും കൂടി നമുക്ക് നോക്കാം. ഇത് നമ്മളതിൻ്റെ ഫീമെയിലാണ് കേട്ടോ. നല്ല സൈസിലുള്ള ഫീമെയിൽ. ഈ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ബ്രീഡ് ആവാത്ത ഫീമെയിലുകളാണ്, സെപ്പറേറ്റ് ചെയ്തിട്ട് വളർത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രസവിക്കണമെങ്കിൽ ഇത് കൊണ്ടിട്ടിട്ട് 25 ദിവസം ആവും കേട്ടോ. മെയിലിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ബ്രീഡാവാത്ത ഫീമെയിലുകളാണ് നമ്മളിപ്പോൾ കണ്ടിരുന്നത്. പ്യുവർ വെർജിൻ ഫീമെയിലുകളാണത്. അപ്പോൾ നമ്മളത് ഫീമെയിൽ മാത്രം ഇട്ട ടാങ്കിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ടാങ്കിലാണ് നമ്മൾ ഫീമെയിലുകൾ മാത്രമുള്ളത്. ഒരു ഫുൾ ബ്ലാക്കിൻ്റെ ഫീമെയിലുണ്ട്, സാന്റാക്ലോസിൻ്റെ ഫീമെയിലുണ്ട്. നമുക്കിനി ഫുൾ ബ്ലാക്ക് നോക്കാം. ഫീമെയിൽ മാത്രം നമ്മളിതിൽ ഇടുന്നതാണ്. ഫീമെയിലേക്ക് റിലീസ് ചെയ്തു. അതോ ഫുൾ ഫീമെയിലുകളാണ് ഇതിലുള്ളത്. ഇനി ഇത് ഫുൾ ബ്ലാക്കിൻ്റെ ഫീമെയിലുണ്ട്. നമുക്കിനി ഫുൾ ബ്ലാക്ക് നോക്കാം. ഫുൾ ബ്ലാക്കാണിത്. അപ്പോൾ അതിന് ഡോർസലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിലൊരു ഫീമെയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫീമെയിൽ നമ്മൾ നേരത്തെ സാന്റാക്ലോസിൻ്റെ ആ ഒരു ടാങ്കിൽ നിന്ന് എടുത്ത ഫീമെയിലാണ്. അതും ബ്രീഡാവാത്ത ഫീമെയിലുകളാണ്. അപ്പോൾ ഒരു ഫുൾ ബ്ലാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് കളറായിരിക്കും. പിന്നെ ഈ ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വെള്ളം ഒന്ന് തണുപ്പ് വേറെ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫുൾ ബ്ലാക്കിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ വെള്ളം നല്ല കൂളിംഗ് ആണ്. ഇപ്പോൾ തണുപ്പ് കാലമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടാണ് അവർ വാലൊക്കെ ഒന്ന് ചുരുട്ടി നിൽക്കുന്നത്. അവർ ആ ടാങ്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ടാങ്കിലെ വെള്ളം ഒരു കാപ്പി കളർ വെള്ളമാണ്. അപ്പോൾ നമുക്കത് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇതിപ്പോൾ നല്ല ക്ലിയർ വാട്ടറിൽ ഇട്ടപ്പോൾ രണ്ടും വെവ്വേറെ വാട്ടർ ആയതുകൊണ്ടാണ് ആ ഒരു കളർ വ്യത്യാസം. അപ്പോൾ നമുക്കിതിൻ്റെ ഇനി ടോപ്പിയും കൂടി നോക്കാം. നമ്മളതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ബിഗ് ഇയർ
ഡോർസിലും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഫീമെയിലും മെയിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അത് ഞാൻ ചെറുപ്പത്തിൽ തന്നെ മാറ്റാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. കാരണം അവരൊക്കെ ഒരേ കളറായിരിക്കും. അപ്പോൾ അതിന് അടിഭാഗം നോക്കിയിട്ടാണ് ഞാൻ പിടിച്ച് അതിനെ മാറ്റി കിട്ടാൻ നോക്കിയിട്ടുള്ളത്. ഇതൊക്കെ മാർക്കറ്റിൽ നമുക്ക് 90 തൊട്ട് ഒരു 100, 150 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും മാർക്കറ്റിലുണ്ടാവും. 90 സ്റ്റാർട്ടിങ് വരാറുണ്ട്. എന്തായാലും അടിപൊളി ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുൾ ബ്ലാക്ക്. ഒരുപാട് കുഞ്ഞുങ്ങളും കിട്ടും. കുഞ്ഞുങ്ങൾ അങ്ങനെ കഴിക്കാറുമില്ല ഈ ഒരു ഫുൾ ബ്ലാക്ക്. ഇത് ചില്ലി മൊസൈക്ക്, നമ്മളെ എവർഗ്രീൻ എന്നൊക്കെ പറയാം. ഇതൊരു സംഭവമാണ്. ഏത് തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ വേറൊരു കളറും ഇറങ്ങില്ല, ഈ ഒരു കളറ് മാത്രം. പഴയ കാലത്തൊക്കെ രാജാക്കന്മാരായി വാഴുന്ന ഒരു സംഭവമായിരുന്നു ചില്ലി മൊസൈക്ക് എന്ന് പറയുന്നത്. മോൾവി ആണെങ്കിലും സേഡുവി ആണെങ്കിലും ഒന്നൊന്നര സംഭവമാണ് ഈ ചില്ലി മൊസൈക്ക് എന്ന് പറയുന്നത്. ഇയറുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന ഒരു ഐറ്റമാണിത്. പിന്നെ അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് മൊസൈക്ക് ടൈപ്പാണ്. പഴയ ഓൾഡ് മോഡലാണ് കേട്ടോ, ന്യൂ മോഡലല്ല. ന്യൂ മോഡലാണെങ്കിൽ സൈഡിൽ മാത്രമേ ചെറിയൊരു പ്ലാറ്റിനം കളർ ഉണ്ടാവുള്ളൂ. മോൾവിയിലും പ്ലാറ്റിനം കളർ ഉണ്ടാവില്ല. അത് മോൾവിയും നല്ല പ്ലാറ്റിനം കളർ നല്ലതായിട്ട് ഫില്ലായി വരുന്നത്. അധികം ആളുകൾ ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഫീമെയിലും വെർജിൻ ഫീമെയിലാണ്, ബ്രീഡാവാത്ത ഫീമെയിലാണ്. അതും ചെറിയൊരു സൈസായിട്ട് തോന്നുന്നത്. മെയിലിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കിന് ആൾ നല്ല തിക്നെസ് കൂടിയൊക്കെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ മോൾവിയും കൂടി നോക്കാം. ഇനി ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. എങ്ങനെയുണ്ട്? ഇത് ജുവനൽ സൈസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. വളരെയധികം ചെറിയ സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും കളർ നല്ല കയറിയുണ്ട്. ഏകദേശം 2.5 മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടേ ഉള്ളൂ. പ്ലാറ്റിനം കളർ ബോഡിയിൽ ഇങ്ങനെ ഫില്ലായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇയർ ഇപ്പോൾ തന്നെ നല്ല അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇത് മാർക്കറ്റിലൊരു 80 to 150 വരെ ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ കൊടുക്കാനുള്ളതാണ്. ഇതൊരു 2, 3, 4 പേരോളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇനി കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇറങ്ങി വരണം. അതിൻ്റെ ബ്രൂഡോട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ അടിപൊളി സംഭവമാണത്. ഇത് എപ്പോഴും ആളുകളും ചോദിച്ച് വരുന്ന ഒരു ഫാമിലി വന്ന് ചോദിച്ച് വരുന്ന ഒരു ഐറ്റമാണ്. ഒരു ചില്ലി മൊസൈക്ക് ഓൾഡ് മോഡലാണ് കേട്ടോ. അപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതാണ് ആ ഒരു മുതൽ ഐറ്റം. നമ്മളെ അഫ്സൽ നായിൻ്റെ കയ്യിൽ നിന്ന് എടുത്തതാണ്. അവിടെ നിന്നുണ്ടായി, ബ്രൂഡിൽ നിന്നുണ്ടായി, കുഞ്ഞുങ്ങളുണ്ടായി, സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയ നമ്മളെ റെഡ് ടക്സിഡോ. അപ്പോൾ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടുള്ളത്. ഇപ്പോൾ മെയിൽ ഞാൻ ഫീമെയിലും ഇപ്പോൾ ഇതിലും വേറെ ടാങ്കിൽ നിന്ന് ഇട്ട് പിടിച്ചിട്ടാണ്. ഫീമെയിൽ ബ്രീഡാവാത്ത ഫീമെയിലുകളാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ ഏകദേശം ഒരു 100, 200 ആ റേഞ്ചിലൊക്കെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതിപ്പോൾ കൊടുക്കാനുള്ള അതാണ്, കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കൊറിയറും കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ വന്ന് മേടിച്ച് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ടക്സിഡോ കളർ എൻ്റെ ബോഡിയിൽ നിന്ന് ഉണ്ടായിരിക്കും. ടെയിലിന് ഒരു റെഡ് കളറും ആയിരിക്കും. പിന്നെ നല്ല ടോർസും കാര്യം. ഇതിപ്പോൾ ജുവനൽ സൈസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും വലിയ സൈസായി വരും. ഫീമെയിൽ നല്ല സൈസാവും. ബ്ലാക്ക് ഐ ആണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. ബ്ലാക്ക് ഐ ആയതുകൊണ്ട് തുടക്കക്കാർക്കൊന്ന് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ടക്സിഡോ റെഡ് എന്നാണ് ഇതിൻ്റെ ഐറ്റത്തിൻ്റെ പേര്. നമ്മൾ ജാവ റെഡ്, ജർമ്മൻ റെഡ്, അതിൻ്റെ ഒരു വേറൊരു വാക്കുപേര് തന്നെ പറയാം. പക്ഷേ ഏറ്റവും കൂടുതൽ അതിൻ്റെ കൂടുതൽ ലുക്ക് പറയുന്നത് ഇതിനാണ്. അത്യാവശ്യം വലിയ സൈസായി കഴിഞ്ഞാൽ മെയിലും നല്ല ടെയിലും ടോർസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും. ഫ്രണ്ട്സ്, അടുത്തത് അൽബിനോ കൊയ്യാണ്. ഈ അൽബിനോ കൊയ്യിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ അടുത്ത് ഏകദേശം 2 വർഷത്തിൻ്റെ അടുത്തായിട്ടുള്ള ബ്രൂഡിന്ന് വിരിഞ്ഞിറങ്ങി വന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്. അൽബിനോ കിങ് കൊയ് എന്നാണ് പറയുക. അതൊരു 6 മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇയറിൽ ഫീമെയിലിന് റെഡ് കളർ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഈ ഇയർ റെഡ് കളറൊന്നുമില്ല കേട്ടോ. പക്ഷേ ക്യാപ്പ് ഒരു 100% വേണമെങ്കിൽ പറയാം. എല്ലാത്തിനും കുഞ്ഞുങ്ങൾക്ക് ക്യാപ്പ് വരും. ഫീമെയിൽ നല്ല സൈസാവും. അതൊക്കെ ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മളെ കയ്യിൽ ഒരു 150, 300 ആ റേഞ്ചിലൊക്കെ മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഇത് കൊടുക്കാനുള്ളതാണ്. ഇതിലൊരു 1-2 പേർ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് കൂടി നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. ഇപ്പോൾ ഇയറിൽ റെഡ് കളറൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഒരു 2.5 മാസത്തിൻ്റെ അടുത്ത് പ്രായമായ അൽബിനോ കൊയ്യാണ്. ഫീമെയിൽ അത്യാവശ്യം സൈസ് ഉണ്ടാവും. മെയിൽ വളരെ ചെറിയ സൈസാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് നമ്മളെ കയ്യിലുള്ള അവസാന ഐറ്റമാണ്. അപ്പോൾ ഇനി ജർമ്മൻ റെഡും ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ മിക്സഡ് കപ്പികളും ഉണ്ട്. ഇവിടെ കാണുന്നതാണ് നമ്മൾ ജർമ്മൻ റെഡ്. ഇതൊന്നുമില്ല, നമ്മൾ ടെയിൽമാരോ മെയിലിന് റെഡ് കളർ ഉണ്ടാവും. ഫീമെയിൽ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിരിക്കും. ഇതൊരു 50 രൂപ മുതൽ നമ്മളെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ കുറച്ച് പേർ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറേ ടാങ്കുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു മെയിലുണ്ട് ഈ ടാങ്കിൽ. മെയിലുകൾ മാത്രം സാന്റാക്ലോസ്
റെഡ് ടക്സിഡോ, ജില്ലി മൊസൈക്ക്, ഫുൾ ബ്ലാക്ക് ഒക്കെ നമ്മളെ ഇതിലുണ്ട്. ഇത് ഫുള്ള് ബ്രൗൺ കളർ ആയതുകൊണ്ടാണ് നമുക്കത് ഗ്ലെയർ അടിച്ചുകൊണ്ട് കിട്ടാത്തത്. ഇതിൽ ഫുള്ള് മെയിലുകളാണ് ഇതിലുള്ളത്. ആൽബിനോക്കോയുടെ മെയിൽ ഒക്കെ ഇതിലുണ്ട്. ഈ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങൾ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. ഏകദേശം മാറ്റാനായിട്ടുണ്ട്, മാറ്റാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഫുൾ ബ്ലാക്കിൻ്റെയാണ്. മിക്സഡ് ഗപ്പികൾ, പല മിക്സഡ് ഗപ്പികളും ഉണ്ട്. ഇതിൽ പല മോഡലുള്ളത്. ചില്ലി മൊസൈക്ക് ഉണ്ട്, സാന്റാക്ലോസ് ഉണ്ട്, ജർമ്മൻ റെഡ് ഉണ്ട്. ഒക്കെ മെയിലുകൾ നല്ല ക്വാളിറ്റികളുണ്ട്. പലാറ്റൻ റെഡിൻ്റെ മെയിലുകളുണ്ട്. ഫീമെയിൽ നല്ല ജിമിട്ടൻ ഫീമെയിലുകൾ ഇതിൽ കിടക്കുന്നുണ്ട്. ഏകദേശം ഒരു 50 പേരോളം നമുക്കത് ഉണ്ടാവും. ഇത്രയുണ്ട്. കാണാൻ തന്നെ നല്ല രസമുള്ളതാണിത്. നല്ല ഇഷ്ടം പോലെ മെയിലൊക്കെ നല്ല ഫീമെയിലും നല്ല സൈസായിട്ടുള്ള ഇതൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 30 രൂപ മുതൽക്ക് ആണ് മാർക്കറ്റിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു മാർക്കറ്റിലൊക്കെ ഒരു 30 മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതോ ബ്ലാക്ക് റെഡിൻ്റെ ഒക്കെ ഉണ്ടാവില്ല കേട്ടോ. ബ്ലാക്ക് റെഡ് ഒക്കെ അതിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ആകെ അലങ്കോലായി കിടക്കുകയാണ്. നമ്മളെ വാട്ടർ പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിനി നമ്മൾ പഴയ രാജാവായിട്ടുള്ള ആ ഒരു ഐറ്റം ഇവിടെ ഉണ്ട്. എന്താണ് ഞാൻ കാണിച്ചു തരാം. ആണ് നമ്മളെ ബലൂൺ പ്ലാറ്റി, റെഡ് ബലൂൺ പ്ലാറ്റി. ഇത് വീണ്ടും സെറ്റപ്പായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയി കൊടുക്കാനായിട്ടില്ല കേട്ടോ. അതിലുള്ള സൈസ് ആയിട്ടില്ല. അപ്പോൾ ഒരു 2-3 ബെയർ ബ്രൂഡ് പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മളിതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇനി സൈസായാലും നമുക്കത് കൊടുക്കാനാവുള്ളൂ. അപ്പോൾ അതിൽ ഫുള്ള് ജാവാമോസൊക്കെ സെറ്റാക്കി വെച്ച ആ ഒരു ടാങ്കാണ്, അതിലാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ആ ടാങ്കിലും നമ്മളെ ബലൂൺ പ്ലാറ്റി ചെയ്യുന്നുണ്ട്. ബലൂൺ പ്ലാറ്റി ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് ബലൂൺ പ്ലാറ്റികൾ, ബ്രൂഡുകളാണത്, കുഞ്ഞുങ്ങളായിട്ടുണ്ട്. നല്ല കട്ട റെഡ് കളറാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആമ്പലിൻ്റെ ടാങ്കിലാണ് ഇപ്പോൾ വളർത്തുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ മാറ്റാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഫീമെയിൽ എപ്പോഴും ഒരു വയറ് വീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ ഇത്. വേറെ ഒരു കളർ ഇറങ്ങില്ല. എത്രയോ കാലങ്ങൾ മുമ്പ് ഇവിടെ ഞാൻ ചെയ്ത് വളർത്തിക്കൊണ്ട് പോയതാണ്. അപ്പോൾ അതിൽ നമുക്ക് കളറ് എന്തായാലും കളർ വരാനുള്ളത് ചോര കളറ്. പിന്നെ നമുക്ക് കുറച്ച് വാട്ടർ പ്ലാന്റുകൾ നോക്കാം. നമ്മളെ ജാവാമോസ് ഉണ്ട്, ഫാർമോസ് എന്ന് പറയും, ജാവാമോസ് എന്നൊക്കെ പറയും. ശരിക്കും 2 പേരിലും അറിയപ്പെടാറുണ്ട്. ഇതാണ് അതിൻ്റെ 4 പോലുള്ളത്. നമ്മളത് കൾച്ചർ അവൈലബിൾ ആണിത്. ഇതൊക്കെ മാർക്കറ്റിൽ 50 രൂപ മുതൽ 50 രൂപക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആ ഒരു ജാവാമോസൊക്കെ. നല്ല നമുക്ക് ഒരു അക്വേറിയത്തിൽ സെറ്റാക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണത്. കുറച്ചൊക്കെ നമുക്കൊരു വുഡിൽ സെറ്റാക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കാം. പിന്നെ വാട്ടർ പോപ്പി ഫ്ലവർ ഉണ്ടാകുന്നതാണ്. ഇതാ അപ്പം നല്ല ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടാകുന്നത്. ഇതും മാർക്കറ്റിൽ 50 സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 സ്റ്റെമ്പുകൾ ഉണ്ടാവും. ഇതൊക്കെ വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ഐറ്റമാണത്, ഈ ഒരു വാട്ടർ പോപ്പി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അംബർല പ്ലാന്റ് ഉണ്ട്. ഇത് 40 മുതൽക്ക് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. കുട മാതിരിയുള്ളത്, വെള്ളത്തിൻ്റെ മുകളിലാണ് ഇത് കൂടുതലായിട്ട് നിൽക്കുക. അടിയിൽ വേര് റൂട്ടായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല വെയിൽ ഉണ്ടാവണം, നല്ലത് ഉണ്ടാവുള്ളൂ. ഫോക്സ് ടെയിൽ ഏത് തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് വേരൊന്നും വേണ്ട, തന്നെ ഉണ്ടാവും. വെറുതെ ഒരു സ്റ്റെമ്പ് മേടിച്ച് ഇതിലിട്ടാൽ മതി. ഡയറക്റ്റ് വെയിലടിച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകും. ചെറിയൊരു വെയിൽ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഇത് സെറ്റപ്പ് ആവും. അതുകൊണ്ട് നീളം നോക്കി നോക്കും. രണ്ട് അത്രയും നന്നായിട്ടുണ്ടാവുന്നതാണ് ഈ ഒരു ഫോക്സ് ടെയിൽ, കുറുക്കൻ്റെ വാലുമാരുള്ളത്. പിന്നുള്ളതാണ് നമ്മളെ കപോമ്പ. ഇത് നമ്മളെ കപോമ്പ, അതിൻ്റെ ഇലയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി. ഇത് മണ്ണിൽ കുഴിച്ചിടണം, നല്ല നന്നായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ലുക്ക്. ചെറിയ നാരുതാരി പോലുള്ളത്. ഇത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാൽ നല്ല ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഫോക്സ് ടെയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറുതെ വെള്ളത്തിലിട്ടാൽ മതി. പക്ഷെ അത് ചെറിയൊരു മണ്ണ് വേണം വെള്ളത്തിൽ, എന്നാലേ നന്നായിട്ടത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ടാങ്കിൽ ഫുള്ള് നമ്മൾ കപോമ്പ പ്ലാന്റാണ്. അതൊരു 40 രൂപ മുതൽക്ക് മാർക്കറ്റിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ എല്ലാം അടച്ചു വയ്ക്കാണ്ട് ഈ കുറ്റിശല്യം ഉണ്ടായതുകൊണ്ടേ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മളെ വാട്ടർ പ്ലാന്റ് ഉള്ള വാട്ടർ പ്ലാന്റ് ആണത്. ചെറിയ നാര് പോലുള്ളത്. ഇതിപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. ചെറിയൊരു ബേസിനിൽ സെറ്റാക്കി വെച്ചതാണ്.
ഒരു 50 മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യും മാർക്കറ്റിൽ. ചെറിയൊരു തണ്ട് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു ചെറിയ പുല്ല് മാതിരി ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് മാതിരിയൊക്കെ നമുക്കത് കാണാൻ പറ്റുന്നത്. അത്രയും ചെറിയ നൈസായിട്ടാണത്. ചെറിയ വെയിലടിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് സെറ്റപ്പ് ആവും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മളെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റുകളാണ്. ഇത്രയാണ് ഇപ്പോൾ നമ്മളെ ഫാമിലുള്ളത്. ഈ ഐറ്റം ഗപ്പികളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ഗപ്പികൾ നമുക്ക് ഇനി ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊറിയറും ഒന്നുമില്ല. നമ്മുടെ സ്ഥലം അങ്ങാടിപ്പുറം, മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഇത്ര കുറച്ച് പീസുകൾ മാത്രമേ നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ ഫാം? വളരെ ചെറിയൊരു ഫാം കേട്ടോ, വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അലങ്കോലമായി കിടക്കാനുള്ള കാരണം നമ്മൾ ശ്രദ്ധ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫാമും കാര്യങ്ങളൊക്കെ പോയി വീഡിയോ എടുക്കാനൊക്കെ തിരക്കിലായിരുന്നു. ആകെയുള്ള ഒഴിവുള്ള ദിവസം നമ്മൾ ഫാം എടുക്കാൻ പോകും. അപ്പോൾ ഇവിടെ ഏകദേശം ഇത്രയും ഉണ്ട്. പിന്നെ കുറ്റിശല്യം നല്ല ഉണ്ടായതുകൊണ്ട് അങ്ങനെ നെറ്റും കാര്യങ്ങളും ഓടും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു അടുക്കും ചുറ്റോടും ഇല്ലാതിരിക്കുന്നത്. ഇനി നമുക്കൊരു അടുക്കും ചുറ്റൊന്ന് ശരിയാക്കണം. മൊത്തം ഔട്ടിൽ മൊത്തം ഒരു നെറ്റൊക്കെ വെച്ച് കവർ ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഈ ഒരു ചെറിയൊരു കൊച്ചു ഫാം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഗുഡ് ബൈ.